ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഡിസംബർ ആയി അല്ലേ. അപ്പം ഞാനിത് ഫുൾ മന്തിൻ്റെ റീഡിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഫുൾ മന്തിൻ്റെ എനർജി ഈ ഡിസംബർ മാസം ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. നമുക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. ഈ ഡെക്ക് എനിക്ക് ഷഫിൾ ചെയ്യാൻ കിട്ടില്ല, സോറി, ചെയ്യുന്നില്ല, വേണ്ട, അവിടെ ഇരിക്കട്ടെ. ചെയ്ത് വെക്കുന്നതാണ്, എന്നാലും ഓക്കെ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കില്ല, വേണ്ട, അങ്ങനെയൊന്നും എനിക്ക് കിട്ടൂല. പോട്ടെ. അയ്യോ ദേവ്, സോറി ടു. ഓക്കെ, ആദ്യം ഈ മാസം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മെയിൻ ഫോക്കസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കാം. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് നോക്കാം. നമുക്ക് എന്താ വരുന്നത് നോക്കട്ടെ. ആദ്യം കരിയർ ആണോ, സ്നേഹമാണോ, ലവ് ആണോ, ഹെൽത്ത് ആണോ, എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മെയിൻ ഫോക്കസ്, എന്തിലേക്കൊക്കെ ആയിരിക്കും നോക്കാം. 2-3 കാർഡേ ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, എത്ര മതി, നമുക്ക് ഒരുപാട് വേണ്ട. ഓക്കെ, ജനറൽ ഹാപ്പിനെസ്, സക്സസ്, വെരി ഗുഡ്, ആൻഡ് കരിയർ. ഓ, എല്ലാം അതിലേക്കാണല്ലോ. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം പെടുത്താം അല്ലേ. ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു മാസത്തിൽ. ഓക്കെ, ആൻഡ് നിങ്ങൾ ആ സക്സസിന് വേണ്ടിയുള്ള നിങ്ങൾ ശ്രമിക്കും, അതിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഈ മാസം. ആൻഡ് കരിയർ, നിങ്ങളുടെ ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ്. മേ ബി ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും 2025 തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന രീതിക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഓക്കെ, മേ ബി അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മെയിൻ ഫോക്കസ്. ഹാപ്പിനെസ്, സക്സസ് ആൻഡ് കരിയർ. ഹാപ്പിനെസ്സിൽ ഇപ്പോൾ നമുക്ക് റിലേഷൻഷിപ്സും ചിലപ്പോൾ പെടുമായിരിക്കും. നമുക്ക് കാർഡ് വരുന്നതിനനുസരിച്ച് ഞാൻ എന്തിനാ പിന്നെ ഷഫിൾ ചെയ്യാം. ഓക്കെ, എന്താ നോക്കാം. ഇതൊരു എന്താ പറയുക, ശീലങ്ങളാണെന്ന് പറയില്ലേ, എല്ലാ കാർഡും ഷഫിൾ ചെയ്തിട്ടേ. ഓക്കെ, എനിവേ നോക്കാം. ലെറ്റ്സ് സീ. സ്റ്റോക്ക്, awesome. ഇതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക്, ക്യാമൽ, ടാങ്കേർഡ്, ഓക്കെ, സ്റ്റാർ. ഇത് ആദ്യത്തെ ഒരു 15 ദിവസം എന്ന കണക്കിലെടുക്കാം. സോറി, ഫസ്റ്റ് 15 days ഡിസംബറിലെ. ഓക്കെ, Five cards, 6, one more, ഒരു 7 എണ്ണം അല്ലേ. ഓക്കെ, ഗുഡ്. ആദ്യത്തെ 15 ദിവസത്തിൽ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നത്, അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. ഓക്കെ, ഒരു നല്ല ഹാപ്പി ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം. ചിലവർക്ക് ബർത്ത് ഓഫ് എ ബേബി, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആവുക, നിങ്ങളുടെ ലൈക്ക് നിങ്ങൾ തന്നെ ലേഡീസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും, ചിലപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങളുടെ ബ്രദർ സിസ്റ്ററിൻ്റെ ഫാമിലിക്ക്, ആർക്കെങ്കിലുമൊക്കെ, ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കുട്ടികളുടെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും. ബിക്കോസ് നിങ്ങൾക്ക് അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വരാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് കുട്ടികളുടെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ മെസ്സേജ്. ഓക്കെ, ക്യാമൽ, പെർസിവിയർ ആൻഡ് യു വിൽ ഓവർകം പ്രോബ്ലംസ്. ഓക്കെ, ക്യാമലിനെ പോലെ ആവുക നിങ്ങൾ. ഓക്കെ, എന്ന് വെച്ചാൽ ക്യാമൽ ഇങ്ങനെയാണ്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഒരുപാട് സമയത്തേക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. ആൻഡ് അത് മാത്രമല്ല, എത്ര ബുദ്ധിമുട്ടുള്ളതിലും മണൽത്തരിയിലൊക്കെ കൂടി നടന്ന് അത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പോവുക അല്ലേ. എത്ര വലിയ ലോഡൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ വെക്കാറ് എല്ലാം, പക്ഷെ അത് ഓവർകം ചെയ്ത് പോവാറുണ്ട്. അതുപോലെ നിങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ടാങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഡ്രിങ്കിങ്ങിൻ്റെ ആണ്. നമ്മൾ ഗ്ലാസ് എടുത്ത് ഡ്രിങ്കിങ്ങിൻ്റെ ഇതൊക്കെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ സെലിബ്രേഷൻ, ഫൺ എന്ന രീതിക്കാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ മാസത്തെ ഞാൻ ആദ്യത്തെ 15 പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസംബർ ഫുൾ എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, ബൈ ഡിസംബർ
ജനുവരിക്കുള്ളിൽ എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, സെലിബ്രേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഫൺ എൻജോയ്മെന്റ്, മേ ബി ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴതായ സന്തോഷമായിരിക്കാം, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ക്രിസ്മസിന് മേ ബി സെലിബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് ഗ്യാരണ്ടീഡ് സക്സസ്, സെലിബ്രേഷൻ സ്റ്റാർ സക്സസ്, ഇവിടെ നമ്മൾ സക്സസ് പറഞ്ഞിരുന്നു. സോ ആൻഡ് ഇതും സെലിബ്രേഷൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് എന്തോ നല്ലൊരു അച്ചീവ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാം, എന്തെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു സക്സസ് നിങ്ങൾക്ക് വരിക എന്ന രീതിയിൽ നിങ്ങളൊരു സ്റ്റാർ ലെവലിലേക്ക്, അതായത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും എല്ലാവരും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളെ വളരെയധികം എന്താ പറയുക, നിങ്ങൾക്ക് സക്സസ് വരുമ്പോൾ എല്ലാവരും നിങ്ങളെ മാനിക്കും എന്ന് പറയാം. ഓക്കെ, ബട്ടർഫ്ലൈ എ ചേഞ്ച് ഫോർ ദ ബെറ്റർ, നിങ്ങളുടെ മാറ്റമായിരിക്കാം ഇത്, നിങ്ങളുടെ ഉള്ളിൽ ചില ചേഞ്ചസ് വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളുടെ കാര്യമായിരിക്കാം. അത് പക്ഷെ മനോഹരമായൊരു ചേഞ്ചാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഈ കുക്കൂണിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ബട്ടർഫ്ലൈ ആകുമ്പോൾ വളരെ മനോഹരമായിട്ട് അല്ലേ, അങ്ങനെയല്ലേ പറയാം. സോ ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ തന്നെ ട്രാൻസ്ഫോം ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയാം. നിങ്ങൾ കുറേ കൂടി സ്ട്രോങ് ആയിട്ട് ഓക്കെ കാര്യങ്ങളെ ഡീൽ ചെയ്ത് പഠിച്ച് നിങ്ങൾ കുറേ കൂടി ബെറ്റർ ഒരു എന്തൊക്കെയാ പറയാം, ഓക്കെ നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, ഓക്കെ പോസിറ്റീവായ ചേഞ്ചസ് വരുന്നു എന്ന് പറയാം. അത് നല്ലതിനാണ് ആ ചേഞ്ചസ് വരുന്നത്. ബ്രോക്കൺ ബ്രിഡ്ജ്, അൺസക്സസ്ഫുൾ ഔട്ട്കം ഓഫ് എ പ്രോബ്ലം, ഫ്രൈങ് പാൻ, ട്രബിൾ, അക്യൂസേഷൻസ്. ഓക്കെ, ചില നെഗറ്റീവ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, അൺസക്സസ്ഫുൾ ഔട്ട്കം, ചില കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടും എന്നും കാണുന്നുണ്ട്. ട്രബിൾ, അക്യൂസേഷൻസ്, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇല്ലാത്ത കുറ്റങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. ഓക്കെ, അതായത് ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താം, ഗോസിപ്പ് വരാം നിങ്ങളെക്കുറിച്ച്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ചാൻസസ് കൂടി ഉണ്ട്. ഓക്കെ, എപ്പോഴും ലൈഫ് ഒരേപോലെ പോലെയല്ലോ, ചില നല്ല ന്യൂസുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ ചില മേ ബി ഇതിനെ ആയിരിക്കാം നിങ്ങൾ ഓവർകം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയും പറയാം. ചിലപ്പോൾ ഇങ്ങനത്തെ ഈ പ്രോബ്ലംസിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്ന കാര്യമായിരിക്കും പറയുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ് വരും എന്നുള്ളതും പറയാം. ആൻഡ് ഇങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ മാറ്റങ്ങൾ വരുന്നത് അല്ലേ, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, നമുക്ക് അങ്ങനെയും പറയാം. ചിലവർക്ക് ചില പ്രശ്നങ്ങളും ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നെടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ആദ്യത്തെ 15 ഡേയ്സാണ് പറഞ്ഞത്, ഇനി അടുത്ത 15 കൂടി നമുക്ക് ഫെയർ മാൻ, മൗണ്ടൻ റോഡ്, ചെയർ എംപ്റ്റി, ബോക്സ്. ഞാൻ എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ പറയരുത് ഒരേ ഭാഗത്ത് നിന്ന് എടുത്തു എന്ന് പറയരുത്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം, പക്ഷെ എനിക്ക് ഇത്ര കറക്റ്റ്. ഓക്കെ, 2 വന്നിട്ടുണ്ട്. മൗണ്ടൻ അഗൈൻ ആൻഡ് ടോർച്ച്. ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ടായിരുന്നു, ഇതും മൗണ്ടൻ ഉണ്ട്. ടോർച്ച്. ഓക്കെ, വളരെ സൂക്ഷിച്ചു വേണ്ടതാണ്. ഓക്കെ, ഇവിടെ അഗൈൻ സെക്കൻഡ് 15 ഡേയ്സിൻ്റെ നമ്മൾ പറയുമ്പോൾ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ബ്ലോണ്ട്, ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആവാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പേഴ്സൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഫെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തിട്ടുള്ള ഒരു വ്യക്തി, നല്ല വെളുപ്പായിരിക്കും. അവർക്ക് ബ്ലോണ്ട് ഹെയർ, ഗ്രേ ഹെയർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അവിടെ അത് വരില്ല, US അമേരിക്കക്കാർക്കാണ്. ബട്ട് എന്നാലും ഒരുവിധം നമ്മുടെ നോർമൽ ഒരു ബ്ലാക്ക് ഹെയർ അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഒരല്പം അതിൽ എന്താ പറയുക, കുറച്ചുകൂടി കളർ ചെയ്തായിരിക്കാം അവർ ചിലപ്പോൾ ബ്രൗൺ കളറൊക്കെ ചെയ്ത് നടക്കുന്ന വല്ലവരൊക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഹെയറിന് തന്നെ ചിലപ്പോൾ കുറച്ചൊരു ബ്രൗണിഷ് കളർ ഉണ്ടാവാം ചിലവർക്ക്, അങ്ങനെ ആവാം. ചിലവർക്ക് ചിലപ്പോൾ വൈറ്റ് ഹെയർ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ കുറച്ച് പ്രായം കൂടിയ ഒരു വ്യക്തിയും ആവാം. ഓക്കെ, സോ ഇത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. ഓക്കെ, അതിൽ ഓക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് രണ്ടും നമ്മൾ അടുത്തുള്ള കാർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു കാർഡ് കൂടി എനിക്ക് എടുക്കണം എന്നുള്ളത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇതെന്തിനെ കുറിച്ചായിരിക്കും? ഓക്കെ, അല്ല സോറി, തിരിഞ്ഞുപോയി, ഞാൻ പറഞ്ഞത് തിരിഞ്ഞുപോയി കേട്ടോ. ഓക്കെ, ആക്ച്വലി അതിൻ്റെ തൊട്ടടുത്ത് വന്നത് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പ്രോബ്ലം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. നന്നായി ക്ലാരിഫിക്കേഷൻ എടുത്തത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഏതെങ്കിലും മേ ബി ഈ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവരുടെ കാരണമായിരിക്കാം, ഇവരായിരിക്കാം പറയുന്നത്.
ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അറിയുന്ന വ്യക്തികളായിരിക്കാം, ഓഫീസിലെ ഏതെങ്കിലും കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി തന്നെ ഏതെങ്കിലും മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ അഗെയിൻസ്റ്റ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അതൊരു someone working against you behind your back. ഇതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി. ഓക്കെ, നിങ്ങളെപ്പറ്റി ഗോസിപ്പ്, നിങ്ങളെപ്പറ്റി ഇല്ലാത്തത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ മൗണ്ടൻ റോഡാണ്, യു ആർ ഓൺ എ റോഡ് ടു സക്സസ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് തന്നെ തടസ്സങ്ങളൊക്കെ വന്നാലും നിങ്ങളുടെ റോഡ് ടു സക്സസ്സിലാണ്. നിങ്ങളുടെ സക്സസ് ആണ് നിങ്ങളുടെ ഗോള്. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ത് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാലും, ആര് തന്നെ നിങ്ങൾ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ശരി, എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ശരി, നിങ്ങൾ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ യൂണിവേഴ്സിനെ കൂട്ടുവിളിക്കുക. ഓക്കെ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. എന്നെ ഓരോ ദിവസവും, ഞാൻ ആക്ച്വലി എന്നും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഇന്നത്തെ ദിവസം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റണേ എന്നേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും നേടണം, എന്തെങ്കിലും കിട്ടണം, അതൊന്നും ഞാൻ പറയില്ല. അത് അവിടെ യൂണിവേഴ്സിറ്റി വിടുകയാണ്. എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യം, ഇമോഷണലായി പോകുന്നു ഞാൻ, എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, എനിക്ക് എൻ്റെ മാക്സിമം എഫേർട്ട് എനിക്ക് ഇടാൻ സാധിക്കണം. എനിക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കണം ഇന്നത്തെ ദിവസം. ഓക്കെ, ഞാൻ ആ ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്ക് നാളേക്ക് ഇത് വേണം, മറ്റന്നാളേക്ക് ഇത് വേണം ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഇപ്പോഴത്തേക്ക്, ഇന്നത്തേക്ക് എനിക്ക് ഇന്ന് എന്താണോ എനിക്ക് ചെയ്യാനുള്ളത് അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. ഞാൻ ഏറ്റെടുത്ത വർക്കായാലും ശരി, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, അതെനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഓക്കെ, ദൈവത്തിനോട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വറി ചെയ്യേണ്ട. ഓക്കെ, അതൊക്കെ യൂണിവേഴ്സ് നമുക്ക് തന്നോളും. കാരണം നിങ്ങളിങ്ങനെ ഓരോന്നും ഫേസ് ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായ ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആവും, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് എന്തും ചെയ്യാൻ സാധിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നടക്കില്ല, ദൈവം കൂടെ ഇല്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം അവിടുന്ന് ചെയ്യിപ്പിക്കുന്നു എന്ന രീതിയിൽ കണക്കാക്കുക. ആ ദൈവവും വിചാരിച്ചില്ലെങ്കിൽ നമ്മളിന്ന് അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കും കൂടിയില്ല. ആ ഒരു ബ്ലെസ്സിങ് ആണത്. അതിനെപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും ശരി, ആരെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉള്ളത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയാൻ മടിക്കരുത് നിങ്ങൾ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കത് കാണിച്ചു തന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറണം. someone ഈസ് ലീവിങ് യുവർ ലൈഫ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കണം. കാരണം അത് നല്ലതല്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അവരെ എടുത്ത് മാറ്റുന്നത്. യൂണിവേഴ്സായിട്ട് ചെയ്യും ചിലപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെയുള്ള വ്യക്തികളെ മാറ്റിയിടും. ബിക്കോസ് നിങ്ങളിപ്പോൾ സക്സസിൻ്റെ വഴിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തടസ്സങ്ങളാണ്. ഇങ്ങനത്തെ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വരുന്ന വ്യക്തികളായാലും ശരി, എന്ത് തന്നെ ആയാലും, വേറെ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തടസ്സം ഉണ്ടാക്കുന്നതിനെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിത്തരും. ഓക്കെ, ചെയർ എംപ്റ്റി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരും വിട്ടു പോകാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല ഇനായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെ യൂണിവേഴ്സിന് താങ്ക്സ് പറയാം. ഓക്കെ, എൻ്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് നല്ലതല്ലാത്ത എടുത്ത് മാറ്റിയല്ലോ, നന്ദി ദൈവമേ എന്ന് പറയാം. ഓക്കെ, ബോക്സ് ഉണ്ട് ഇവിടെ, യു വിൽ റിസീവ് എ ഗിഫ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അതുണ്ടോ ആക്ച്വലി ഇങ്ങനെ ആലോചിച്ച് നോക്കും. നിങ്ങൾ ചിലത് വിട്ടു പോകുമ്പോൾ ചിലത് നല്ലതും യൂണിവേഴ്സ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും അതിനുള്ള നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതല്ല, അത് ആരെങ്കിലും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്താണോ ഞാൻ ലക്ഷ്യം ഇമോഷണലായി പോയത് എനിക്കറിയില്ല. ക്യാൻഡിൽ, യു വിൽ ബി ഷോൺ ദ വേ. നിങ്ങൾക്ക് വഴികൾ തെളിഞ്ഞു കിട്ടും. യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തകര ചെയ്യരുത്. ഓക്കെ, എന്ത് തന്നെ വന്നാലും മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ലൈഫിൽ മാറ്റങ്ങൾ വേണം, ആവശ്യമാണ്. ചില കാര്യങ്ങൾ പുതിയത് വരും, ചിലത് വിട്ടുപോകും. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ലൈഫ് എപ്പോഴും എന്നും ഒരേപോലെ നമ്മൾ എന്താ പറയുക, ജനിച്ച എപ്പോൾ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ, അല്ലേ? മാറ്റമില്ലേ? നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, എന്തൊക്കെ എല്ലാം മാറുന്നില്ലേ? അതുപോലെ പലതും മാറിക്കൊണ്ടിരിക്കും. നമ്മളതൊന്നും ആലോചിച്ച് ഇനിയിപ്പോൾ അങ്ങനെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ റൈറ്റ് പാത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കൂടെ നടക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എൻ്റെ കൈപിടിച്ച് അങ്ങോട്ട് നടന്നോളൂ എന്ന് പറയാം. മൗണ്ടൻ, മേജർ ചാലഞ്ച് ടു ഓവർകം. യെസ്, നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ടാവും ഓവർകം ചെയ്യാൻ. ഓക്കെ, അത് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാലല്ലേ ആ സക്സസിനൊരു കുറച്ചുകൂടി ഒരു രസം ഉണ്ടാവുള്ളൂ, അല്ലേ? എളുപ്പത്തിൽ കിട്ടുന്നതിന് ആർക്കെങ്കിലും വില ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചിങ്ങനെ പ്രശ്നങ്ങളും കൊണ്ടുവന്ന് ഇട്ട് തരും. അതങ്ങനെയാണ്. അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം കഴിവുകളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് നിങ്ങൾക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്ന്. ഓക്കെ, ഇത് ഓരോന്നും നിങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടോർച്ച്, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. യെസ്,
എവിടേക്കോ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സ്പിരിച്വൽ ഗ്രോത്തിനുള്ള സമയമാണ്. അവനവനെ കുറിച്ച് തിരിച്ചറിയുന്ന സമയമാണ്. യൂണിവേഴ്സിനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഒരു സമയമാണ്. ഓക്കെ, എല്ലാം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞും മനസ്സിലാവും. അതിപ്പോൾ ഈ ഒരു പേഴ്സണിനെ കുറിച്ചാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളെ ഗോസിപ്പ് കാര്യം, അങ്ങനെ എന്ത് തന്നെ ആയാലും ഓക്കെ, ഓരോ പ്രോബ്ലംസിലും നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലതും പഠിക്കും, പലതും മനസ്സിലാക്കും. അതിനുള്ള സമയമാണിത്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ വഴി കാണിച്ച് തന്നോണ്ടിരിക്കും. പേടിക്കുക വേണ്ട. ഈ ടോർച്ചും ക്യാൻഡിലും ഒക്കെ എടുത്ത് യൂണിവേഴ്സ് നിങ്ങളെ കൂടെ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിലൊരു ടോർച്ച് വയ്ക്കാം. മനസ്സിലായല്ലോ? പ്രശ്നങ്ങളൊക്കെ നല്ലതുണ്ട്, അതിൻ്റെ ഒപ്പം കണ്ടോ യൂണിവേഴ്സ് ചില പ്രശ്നങ്ങളും തരും. പക്ഷെ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ചെയ്ത ഒരു നെഗറ്റീവ് കാര്യമാണെന്ന്. സത്യം, എൻ്റെ അബദ്ധമാണ്, എൻ്റെ മിസ്റ്റേക്കാണ്, ചെയ്യരുതായിരുന്നു ഞാൻ. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ സ്ട്രെസ് ചെയ്തത് നെഗറ്റീവ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ വിട്ട് കളഞ്ഞേക്കൂ. ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് വിട്ട് കളയൂ. ഓക്കെ, ഞാൻ മെയിൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സന്തോഷമുള്ള ന്യൂസ് വരുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, സെലിബ്രേഷൻ വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളതൊന്നും നിങ്ങളൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം, അത് ഞാൻ ഓർമ്മപ്പെടുത്തണം. സ്റ്റാർ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, ചേഞ്ചസ് വരുന്നു, ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ആൻഡ് ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നു നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു സക്സസിൻ്റെ ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇതാണ് കൂടുതൽ ഉള്ളത് ഇവിടെ. ഈ നെഗറ്റീവ് കാർഡ്സ് കുറവേ ഉള്ളൂ. ഓക്കെ, പോരെ? സോ പോസിറ്റീവ്സിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. ഓക്കെ, ചില പ്രശ്നങ്ങൾ വരും, ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതെല്ലാം നമ്മളെ ലൈഫിൽ നമുക്ക് ഓരോന്ന് പഠിക്കാനും, നമുക്ക് ഡെവലപ്പ് ചെയ്യാനും, നമ്മൾ അവനവനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. സക്സസും എല്ലാം വരുന്നുണ്ട്, യൂണിവേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഇട്ട് തരുമ്പോൾ ഓവർകം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥന. ഓക്കെ, അത് എന്തായാലും ഞാൻ കണ്ടു. ഗണേഷിൻ്റെ ആണ് അടുത്ത് വെച്ച്. യൂണിവേഴ്സ് എന്താ പറയുന്നത് നമ്മളോട് നോക്കാം. സറണ്ടർ, എംബ്രേസ്, പ്രോസ്പെരിറ്റി, പെർസിവിയറൻസ്. ഇത് നേരത്തെ നമ്മൾ ക്യാമലിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, അതാണ് ഒരേ മെസ്സേജ് അല്ലേ. ഓക്കെ, സ്റ്റെഡ് ഫാസ്റ്റ്നെസ്, രണ്ടും ഒരേത്. ഓക്കെ, അക്സെപ്റ്റൻസ് ആൻഡ് വൺ മോർ സ്റ്റോപ്പ് എംപവർമെൻറ്റ്. സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് നിങ്ങളോട് ആക്ച്വലി മറ്റേതിലും ലാസ്റ്റ് കാർഡ് നമുക്ക് വന്നത് സ്പിരിച്വൽ കാര്യങ്ങളായിരുന്നു. ഇതും സ്പിരിച്വൽ പറയുന്നത്. നിങ്ങൾ എവിടേക്കോ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ജസ്റ്റ് ഒരു യൂണിവേഴ്സ് എന്തൊക്കെയാണ് ലൈഫിൽ നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കുറച്ച് സ്പിരിച്വൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാം, പ്രാക്ടീസസ് കൊണ്ടുവരാം, പ്രാർത്ഥനയിലേക്ക് കുറേ കൂടുതൽ സമയങ്ങൾ കൊടുക്കാം. ഡെയിലി ഒരു സമയം, ഒരു രാവിലെയോ വൈകിട്ടോ നിങ്ങൾ തീരുമാനിച്ച് കുറച്ച് നേരം മതി, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്നത്ര ഒന്നിരുന്ന നാമം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ ഒന്ന് വിളിക്കുക. ആരെയും വേണമെങ്കിലും ശരി, ആരായാലും ശരി, ഒരു 10 മിനിറ്റ് അതിന് മാറ്റി വയ്ക്കൂ. പ്രാക്ടീസസ് തുടങ്ങും. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ റിയലൈസ് ചെയ്യും. അത് ചെയ്തു തുടങ്ങിയാലേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓരോരുത്തരും വീട്ടിൽ വന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടാൽ. ഓക്കെ, സറണ്ടർ ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞത്, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. ഇന്നത്തെ ദിവസം എന്താണോ അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ എഫേർട്ട് ഇടുക. മാക്സിമം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര. ഓക്കെ, വിടാതെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ നമ്മൾ ഫോളോ ചെയ്യുക. കാര്യങ്ങൾ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വേണ്ട ഇനിയൊന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ആൻഡ് ഇവിടെ അക്സെപ്റ്റൻസ് ആൻഡ് സറണ്ടറൊക്കെ ഒരുവിധം ഒരേപോലെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് ഇപ്പം നടക്കുന്ന ചില സംഭവങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു പേഴ്സൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അതിൽ നമ്മൾ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. അതിനങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ആ വ്യക്തി എന്നെ വിട്ടു പോയി, പക്ഷെ അത് യൂണിവേഴ്സായിട്ട് അത് ചെയ്തതാണ്. ഓക്കെ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യുക. അതിനെ ഓർത്തോർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചു ഇരിക്കരുത്. എനിക്ക് ഏത് കാര്യത്തിലായാലും ശരി കേട്ടോ, എന്ത് സിറ്റുവേഷനിലായാലും നിങ്ങൾ അതിനെ എന്താണോ നടക്കുന്നത് അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാലുണ്ടല്ലോ എല്ലാം നന്നായിട്ട് നടക്കും, സ്മൂത്തായിട്ട്. എംബ്രേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് വേറെ ഒരു പേഴ്സണിനെ എംബ്രേസ് ചെയ്യുക എന്ന് മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവനവനെ എംബ്രേസ് ചെയ്യുക, ദൈവത്തിനെ എംബ്രേസ് ചെയ്യുക എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ ചേർത്ത് പിടിക്കുക, ദൈവത്തിനോട് അടുക്കുക. ഓക്കെ, ആ രീതിയിലൊക്കെ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയാം. പ്രോസ്പെരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഫൈനാൻഷ്യൽ സക്സസ് ആയിരിക്കാം, കരിയർ സക്സസ് ആയിരിക്കാം, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലും എന്തെങ്കിലും ലൈഫിൽ തന്നെ ഒരു ചേഞ്ചസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എംപവർമെൻറ്റ് നിങ്ങളുടെ ഒരു ഓൺ ഗ്രോത്ത് ആണ്. നമ്മുടെ ബട്ടർഫ്ലൈ കാർഡ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഓൺ ഗ്രോത്ത്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ
എല്ലാം ബെറ്ററായിട്ട് വരും. ഓക്കെ, ലൈഫ് ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഉറപ്പ് പറയണു സാധിക്കും. ജസ്റ്റ് ഈ പറയുന്ന കുറച്ചൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി. ഓക്കെ, എൻ്റെ നല്ലോണം പ്രാർത്ഥന വേണം. യെസ്, ഓക്കെ. നമ്പേഴ്സ് ഇവിടെ കാണുന്ന സ്ഥിതിക്ക് പറയാം. 2, 39, 11, 23, 28, 32, 45, 19. ഓക്കെ, അപ്പോൾ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, നല്ലോണം നീണ്ടു അല്ലേ ഞാൻ പ്രവർത്തനം. ഓക്കെ, 2 ഉണ്ട്, 39, 12 ആണ്. അപ്പോൾ 3 ഉണ്ട്, 12 ഉണ്ട്, 10, 1, ഇവിടെയും 10, 1, 5, 9, 5 അഗെയിൻ. ഓക്കെ, നമ്പേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാം. ഓക്കെ, സോ എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, അതില്ലാതിരിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, ബട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് വയ്ക്കുക, ചെയ്തുകൊണ്ട് പോവാം. സൈഡിൽ നടക്കുന്നൊക്കെ എന്താ പറയുക, എന്തോ ഇങ്ങനെ നമ്മൾ കാഴ്ച കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, എല്ലാം നല്ലത് വരട്ടെ. നന്നായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടി. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.